ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കേട്ടുപരിചയമുള്ള ഒരു പേരാണ് പലർക്കും. എന്നാൽ ബയോടെക്നോളജിയും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗും ഒന്നാണോ, അതോ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതുപോലെയുള്ള സംശയങ്ങൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ പല വീഡിയോയുടെ താഴെയും വരികയുണ്ടായി. ഇന്നത്തെ നമ്മുടെ വിഷയം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു ഫീൽഡിനെ പറ്റിയാണ്. ആ കരിയറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു കോഴ്സിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മെഡിക്കൽ ഫീൽഡും എഞ്ചിനീയറിംഗ് ഫീൽഡും കമ്പൈൻ ചെയ്തിട്ടുള്ള എന്തോ ഒന്നാണ് ഇതിൽ നടക്കുന്നത്, അല്ലേ? ബയോടെക്നോളജി എന്താണെന്നുള്ളത് മുമ്പ് പല വീഡിയോസിലായിട്ട് നമ്മൾ പറയുകയുണ്ടായി. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് സത്യത്തിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു ഫീൽഡിൽ വരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ അവരുടെ ഫീൽഡിലെ പ്രധാനപ്പെട്ട അവരുടെ ഒരു ജോബ് എന്ന് പറയുന്നത് ഈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, അല്ലേ? ഈ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ബേസിസിൽ നമ്മൾ ഈ ബയോടെക്നോളജിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള പല കാര്യങ്ങളും കമ്പൈൻ ചെയ്ത് അത് ഹെൽത്ത് കെയർ സർവീസിനും അതുപോലെ മെഡിസിൻസ് ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഹെൽത്ത് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നതിന് ഇങ്ങനെയുള്ള രീതികളിൽ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ അപ്ലൈ ചെയ്ത് അതിനൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ അനിവാര്യമാണ്, അല്ലേ? അതുപോലെ പക്ഷേ ഇതിൻ്റെ ഒരു സയൻസ് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്ന് മനസ്സിലാവുള്ളൂ. സോ സയൻസും വേണം, എഞ്ചിനീയറിംഗും വേണം. സോ ബയോടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിനെ പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഹെൽത്ത് കെയർ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള മെഡിസിൻസ് ഇതുപോലെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു മേഖല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബയോമെഡിക്കൽ എഞ്ചിനീയറുടെ ഡ്യൂട്ടിയാണ് ഇതുപോലുള്ള എക്യുപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഡിസൈൻ ചെയ്യുക, ഇത് ഇവാലുവേറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ വരുന്നവരാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. ഈ ഒരു വസ്തുത കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ ഡയഗ്നോസ്റ്റിക് ടൂളായി മറ്റും ഉപയോഗിക്കുന്ന പലതും, അതായത് MRI സ്കാൻ, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനുകൾ, ഇനി അത് മാത്രമല്ല ഇപ്പോൾ ക്യാൻസർ റേഡിയേഷൻ തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതുപോലെയുള്ള മെഷീൻസ്, ആർട്ടിഫിഷ്യൽ ഓർഗൻസ്, ഇപ്പോൾ കയ്യോ കാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് നഷ്ടപ്പെടുന്നവർക്കോ മറ്റോ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ആർട്ടിഫിഷ്യൽ ലിംബുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പലപ്പോഴും ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് കൊടുക്കാറുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തെടുത്ത് അത് ഡിസൈൻ ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു പ്രോസസ്സ് കഴിഞ്ഞ് ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സാണ് ഇത് യൂഷ്വലി ചെയ്യുന്നത്. ഇതൊരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊരു 4 വർഷ ബാച്ചിലർ ഡിഗ്രി കോഴ്സാണ്. എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ മെഡിസിൻ ടോപ്പിക്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 4 ഇയർ കോഴ്സാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. 8 സെമസ്റ്ററുകളാണ് ടോട്ടൽ കോഴ്സ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഡിപ്ലോമയാണ് വേണ്ടതെങ്കിൽ 3 ഇയർ ഡിപ്ലോമ കോഴ്സുകളും അവൈലബിൾ ആണ്. ഈ ബാച്ചിലർ ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ഡിഗ്രി എടുക്കുക, അതുപോലെ തന്നെ PhD പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഇതിൽ നമുക്ക് സാധ്യതകൾ കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലും ഒരുപാട് ജോബ് അവസരങ്ങൾ ഉള്ള ഒരു കോഴ്സാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി എന്തൊക്കെയാണ് ഈ കോഴ്സിന്റെ മറ്റ് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. ഇനി പലർക്കും ഉള്ളൊരു സംശയം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കണമെങ്കിൽ നീറ്റ് എക്സാം പാസ്സാകണോ എന്നുള്ളതായിരിക്കാം. നീറ്റ് ഒരു കമ്പൽസറി ഘടകമല്ല ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്. പക്ഷേ +2 ഒരു 55% മാർക്കോട് കൂടി സയൻസ് സ്ട്രീമിൽ പാസ്സായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം. ഈ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു കോഴ്സിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. എവിടെയാണ് ഈ കോഴ്സ് അവൈലബിൾ എന്ന് ചോദിച്ചാൽ കേരളത്തിലും അതുപോലെ തമിഴ്നാട്, കർണാടക പോലെയുള്ള നമ്മുടെ നിയർ ബൈ സ്റ്റേറ്റ്സുകളും എല്ലാം തന്നെ ഈ കോഴ്സ് പല കോളേജുകളിലായിട്ട് അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, IIT, VIT പോലെയുള്ള സെന്ററുകളിൽ ബേസ്ഡ് ഓൺ നിങ്ങളുടെ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെയും ഈ കോഴ്സിന് അവൈലബിൾ ആണ്. ബയോമെഡിക്കൽ എഞ്ചിനീയർ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറായും ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയറായും റിസർച്ച് എഞ്ചിനീയറായും ഒക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് മേഖലയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് ശേഷം PhD പോലെയുള്ള ഡിഗ്രികൾ എടുത്ത് റിസർച്ച് ഫീൽഡിലോട്ട് പോകാവുന്നതാണ്. നിങ്ങൾക്കുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല, റിസർച്ചും ഒക്കെ ഇതിൻ്റെ ഫീൽഡിൽ വരുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ, ഇനി അത് മാത്രമല്ല മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനികളിലോ ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, പല ബ്രാൻഡഡ് കമ്പനികളും, മെഡിക്കൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ജോൺസൺ ആൻഡ് ജോൺസൺ അല്ലെങ്കിൽ ഫിലിപ്സ് പോലെയുള്ള കമ്പനികൾ ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു പോസ്റ്റ് തന്നെ അവർക്കുണ്ട്. അതായത് അവരുടെ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു രീതിയിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ സാധ്യതകളുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ഒരുപാട് ജോബ് അവസരങ്ങളുള്ള നല്ല സാലറി പാക്കേജ് ഉള്ള ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥിരം കേട്ടിട്ടുള്ള കരിയർ പ്രൊഫഷനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക.
സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. സോ അടുത്തൊരു കരിയർ ഓപ്ഷനുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.